ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. തിരിച്ചു വരണമെന്ന് കരുതിയതല്ല. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇതാണോ ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ? അഹിംസയിൽ മുന്നിൽ സത്യാഗ്രഹങ്ങളല്ലേ ഞാൻ ലോകത്തിന് കാട്ടിത്തന്നത്. ഞാൻ നടന്നു വരുമ്പോൾ കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും ചെല്ലുന്നത് എന്താണെന്ന് ഞാൻ കണ്ടിരുന്നു. ഒരാൾ പത്രം വായിക്കുന്നു. എന്താണ് ഇന്നത്തെ പത്രത്തിലെ വാർത്തകൾ? സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊണ്ടു, അഴിമതി, അക്രമം, കള്ളക്കടത്ത്, ഇങ്ങനെ കുറെ വാർത്തകളാണ്. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ നാം ദുരുപയോഗം ചെയ്യുകയാണ്. പരസ്പര സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കേണ്ട നാം അവനവന്റെ സന്തോഷത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായി മാറിയിരിക്കുന്നു. ഇതിനു പുറമെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘടനകൾ, ഇതിന്റെ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നതോ പാവപ്പെട്ടവർ. ഞാൻ മാത്രമല്ല വന്നിരിക്കുന്നത്, എന്റെ കൂടെ സത്യാഗ്രഹവും വന്നിട്ടുണ്ട്. നടക്കാനൊക്കെ സ്വല്പം ബുദ്ധിമുട്ട്. കുട്ടികളെ, ബാപ്പുജി നിങ്ങളോട് ഞാൻ പറഞ്ഞൂലേ, ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ വളരെ ഭയാനകമാണ്. സമ്പന്നരെന്നും സമ്പന്നർ, ദരിദ്രരെന്നും ദരിദ്രർ. ഇതിനൊരു മാറ്റം വരണ്ടേ? ഇന്ത്യയുടെ ഭാവി കുഞ്ഞു മക്കളിലാണെന്ന് നെഹ്റു പറയണത് പോലെ നിങ്ങളാണ് നാളെയുടെ സമ്പത്ത്. അതിന് നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. വേണ്ട, വേണ്ട, വേണ്ട.